الحمد لله رب العالمين. الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقد دنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق ومن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. صدق الله العلي العظيم. സ്നേഹധർമ്മീയരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടി പരിശുദ്ധമായ റമളാൻ അതിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി എന്തെല്ലാമാണോ റമളാനിലൂടെ നേടാനുള്ളത് അത് നേടിയെടുക്കാനുള്ള കഠിനാധ്വാനം നടത്തി അതിൽ നമ്മളെല്ലാവരും വിജയിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ റമളാൻ പൂർത്തീകരിച്ച് റമളാനിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും
റമദാൻ നമ്മിലുണ്ടാക്കിയ മാറ്റങ്ങൾ, റമദാനിലൂടെ നാം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, അതിനോട് നീതി പുലർത്തുന്ന ജീവിതം റമദാനിനെ തുടർന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയുവാനും ആ നിലക്ക് ജീവിക്കാനും നമുക്ക് സാധിക്കുക. പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മൻ കാന ശവ്വാലുഹു ഖൈറൻ മിൻ ശഅബാനിഹി ഫഹുവ മർഹൂം. ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാനിന് മുമ്പുണ്ടായിരുന്ന ശഅബാൻ, ആ ശഅബാനിനേക്കാൾ നല്ലതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ശവ്വാലെങ്കിൽ, എന്ന് പറഞ്ഞാൽ റമദാനിന് ശേഷമുള്ള സമയമെങ്കിൽ ഫഹുവ മർഹൂമുൻ, അവൻ അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്. റമദാൻ ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ശവ്വാലിലേക്ക് പ്രവേശിച്ച ഒരാളുടെ ജീവിതം തൊട്ടു മുമ്പുണ്ടായിരുന്ന ശഅബാനിനേക്കാൾ നന്നാവുക എന്നുള്ളതാണ്. റമദാനിനേക്കാൾ നന്നാവണമെന്നോ റമദാനിനെ പോലെ ആവണമെന്നോ പറയുന്നില്ല, മറിച്ച് കഴിഞ്ഞ ശഅബാനിനേക്കാൾ നല്ലതായിരിക്കണം റമദാനിന് ശേഷമുള്ള ശവ്വാലും അതിനെ തുടർന്നുള്ള ജീവിതവും. എങ്കിൽ ഫഹുവ മർഹൂമുൻ, അവർ അനുഗ്രഹീതരാണ്. വീണ്ടും പറയുന്നുണ്ട്, മൻ കാന ശവ്വാലുഹു മിസ്ല ശഅബാനിഹി ഫഹുവ മഗ്ബൂനുൻ. ഒരാളുടെ ശഅബാനും ശവ്വാലും തമ്മിൽ ഒരു മാറ്റമല്ല, ഒരേപോലെയാണ്. എങ്ങനെയാണോ ശഅബാനിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ശവ്വാലിലും ഉള്ളതെങ്കിൽ അയാൾ വഞ്ചിതനാണ്, ചതിക്കപ്പെട്ടവനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ അയാളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല. റമദാനിനെ ഏത് വിധേനയാണോ സമീപിക്കേണ്ടത് അങ്ങനെ സമീപിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ വഞ്ചിതനാക്കപ്പെട്ടു എന്നതാണ്. ശഅബാനും ശവ്വാലും ഒരേപോലെയാണെങ്കിൽ അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. വീണ്ടും പറയുന്നുണ്ട്, മൻ കാന ശവ്വാലുഹു ശർറൻ മിൻ ശഅബാനിഹി ഫഹുവ മൽഊനുൻ. ഒരാളെ സംബന്ധിച്ചിടത്തോളം ശഅബാനിനേക്കാൾ മോശമാണ് ശവ്വാലെങ്കിൽ, ശഅബാനിൽ നമ്മൾ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ശവ്വാലിലേക്ക് ഒരാൾ എത്തുമ്പോൾ സംഭവിക്കുന്നതെങ്കിൽ, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഫഹുവ മൽഊനുൻ, അവർ ശപിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ ശാപത്തിന്, അള്ളാഹുവിന്റെ മലായിക്കുകളുടെ ശാപത്തിന്, അള്ളാഹു ശപിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുടെയൊക്കെ ശാപത്തിന് അത്തരം ആളുകൾ വിധേയരാക്കപ്പെടുമെന്നും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നതാണ് റമദാൻ കഴിഞ്ഞ് നമ്മൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഉണ്ട്, അഥവാ ശഅബാനിനേക്കാൾ നല്ല ശവ്വാലാണ്, ശഅബാനിനേക്കാൾ നല്ല ഒരു തുടർ ജീവിതമാണ് റമദാനിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഉറപ്പുവരുത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമ്പോഴാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് പുതിയ ഒരു ജുമാ ദിവസത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഈദ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ 5 ഈദുകൾ ഉണ്ടാകുന്നതാണ്. 5 പെരുന്നാളുകൾ, 5 സന്തോഷിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത്, കുല്ലു യൗമിൻ യമുറു അലൽ മുഅ്മിനി വലാ യക്തുബു അലൈഹി ദംബുൻ ഫഹുവ യൗമു ഈദിൻ. ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം അങ്ങനെ കടന്നു പോവുകയാണ്, ആ ദിവസത്തിൽ ഒരു തെറ്റും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ആ ദിവസത്തിൽ അയാൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ദിവസം അയാളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ഈദിന് തുല്യമാണ്. ഒരു ദിവസം നമ്മളിന്ന് കടന്നു പോകുമ്പോൾ ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയൊരു പെരുന്നാള്
നമുക്ക് യഥാർത്ഥത്തിൽ വരാനില്ലെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അൽ യൗമുല്ലദി യഖ്റുജു ഫീഹി മിനദ് ദുനിയ ബിൽ ഈമാനി ഫഹുവ യൗമു ഈദിൻ. ഈ ദുനിയാവിനോട് ഒരു ദിവസം നമുക്ക് യാത്ര പറയണം. ഇത് നമുക്ക് നിത്യവാസമുള്ള ഒരു താമസത്തിന്റെ കേന്ദ്രമല്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ എല്ലാവരും യാത്ര പോകേണ്ടവരാണ്. ആ യാത്ര പോകുന്ന ദിവസത്തിൽ, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പുറപ്പെടിക്കുന്ന ദിവസത്തിൽ ഈമാനോടുകൂടിയാണ് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് യാത്ര പറയാൻ സാധിക്കുന്നതെങ്കിൽ ആ യാത്ര പറയുന്ന ദിവസം മറ്റുള്ളവർ ഒരുപക്ഷെ കരഞ്ഞേക്കാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് പെരുന്നാളാണ്, അത് നിങ്ങളുടെ ഈദാണ്. മറ്റുള്ളവർ കരയുന്നുണ്ടാവും നിങ്ങളുടെ വേർപാടിൽ, അതിന്റെ വേദന അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പെരുന്നാളിന്റെ സന്തോഷത്തിലാണ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്നതെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് വൽ യൗമുല്ലദി യുജാവിസു ഫീഹി സിറാത്ത് വയഅമലു അഹ്വാല യൗമിൽ ഖിയാമത്തി ഫഹുവ യൗമു ഈദിൻ. ഒരാള് അങ്ങനെ മരിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും വിചാരണയുടെ വേളയിൽ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ഒരു പ്രയാസവുമില്ലാതെ കടന്നു പോകാനും ഖിയാമത്ത് നാളിന്റെ ഒരു ഭയാനകതയും അനുഭവിക്കാതെ ആ ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തെ വിട്ടുകടക്കാനും ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ വിട്ടുകിടക്കുന്ന ദിവസവും അയാളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസമാണ്. നാലാമത്തേത് വൽ യൗമുല്ലദി യദ്ഖുലു ഫീഹിൽ ജന്ന ഫഹുവ യൗമു ഈദിൻ. അങ്ങനെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്. വൽ യൗമുല്ലദി യൻദുറു ഫീഹി ഇലാ റബ്ബിഹി ഫഹുവ യൗമു ഈദിൻ. അങ്ങനെ അവസാനം അല്ലാഹനെ അങ്ങനെ കണ്ടുമുട്ടുക, അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. നോമ്പിന്റെ ഇഫ്താറിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷം ഉണ്ടാവുന്നതാണ്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം. രണ്ടാമത്തേത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തന്റെ നാഥനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസമാണ്. ഈ പെരുന്നാളുകൾ കൂടി നമുക്ക് ആഘോഷിക്കാൻ കഴിയുമോ എന്നതാണ്. പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ശവ്വാലിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ റമദാനിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, റമദാനിനെ പോലെ ശവ്വാലാവേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെ ആവാൻ കഴിയില്ല. കാരണം റമദാനിൽ നമ്മൾ സവിശേഷമായി മറ്റൊരു സന്ദർഭത്തിലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ട സമയമാണത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ശഅബാനിനേക്കാൾ നല്ല ഒരു ശവ്വാലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് റമദാനിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാതിരിക്കാനുള്ള ജാഗ്രത എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്നലെ പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സായി കഴിഞ്ഞു. വഖഫ് ബില്ല് പാസ്സായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം അപകടകരമായ, മുസ്ലിം ഉമ്മത്തിന്റെ ഈ രാജ്യത്തിലെ നിലനിൽപ്പിനെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന, അങ്ങേ അറ്റത്തെ ഒരുപാട് അജണ്ടകൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ബില്ലാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായി കഴിഞ്ഞിട്ടുള്ളത്. അത് നിയമമാകാൻ വേണ്ടി പോവാണ്. അത് നിയമമായി മാറാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് കൊണ്ടുവന്നപ്പോ എത്രത്തോളം മുസ്ലിം സമൂഹം അസ്വസ്ഥമായിരുന്നോ അതിനേക്കാൾ വലിയ അസ്വസ്ഥതകളിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് ഈ ബില്ല് നിയമമാക്കപ്പെടുന്നതിലൂടെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ചില സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം.
മുസ്ലിം ഉമ്മത്ത് ഇന്ത്യ രാജ്യത്ത് ഒരു വംശീയ ഉന്മൂലനത്തിന്റെ വക്കിലാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ആ വംശീയ ഉന്മൂലനത്തിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വളരെ ഗൗരവപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇവിടെ എടുക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ബാബരി മസ്ജിദ് ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടു. 1992 ഡിസംബർ 6-ാം തീയതിയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ബാബരി മസ്ജിദ് തകർക്കുവാൻ ഒരുപക്ഷെ 43 വർഷങ്ങൾ, അഥവാ 1949 ബാബരി മസ്ജിദിനകത്ത് രാമബിംബം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. വെറുതെ പ്രത്യക്ഷപ്പെട്ടതൊന്നുമല്ല, അത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ അതിനകത്ത് കൊണ്ടുവന്നു വെച്ചതാണ്. അങ്ങനെ കൊണ്ടുവന്നു വെച്ചത് 1949 ഡിസംബർ 26-ാം തീയതിയാണ്. അതിനുശേഷം 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കുന്നത് വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത് 43 വർഷമാണ്. എന്ന് പറഞ്ഞാല് ഹിന്ദുത്വ ശക്തികൾക്ക് ഒരു മസ്ജിദിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് അത് പൊളിക്കാൻ 43 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു എന്നതാണ് ഇന്ത്യ രാജ്യത്ത് ആ വിഷയത്തിൽ സംഭവിച്ചത്. പക്ഷെ ഇനി അങ്ങനെ ഒരു കാലതാമസം ആവശ്യമുണ്ടാവില്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ മേൽ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികളോ മറ്റാരെങ്കിലുമോ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ അവകാശവാദം ഉന്നയിച്ച് ഏതാനും ദിവസങ്ങൾക്കകമോ മാസങ്ങൾക്കകമോ ആ മസ്ജിദ് തകർക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനത്തിന് തന്നെ എല്ലാ അർത്ഥത്തിലും സാധിക്കുന്ന വിധത്തിലുള്ള അമെൻമെന്റുകളാണ് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയുന്നത്. വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് വഖഫാണ് എന്നതാണ്. വഖഫ് സ്വത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വർഷങ്ങളുടെ എന്ന് പറഞ്ഞാൽ ചെറിയ വർഷമൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള വഖഫ് സ്വത്തുകൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിൻ്റെതായിട്ടുണ്ട്. അതിന് രേഖകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകൾ ഉണ്ടാവില്ല. കാരണം 1000 വർഷങ്ങൾക്ക് മുമ്പ് അതിനൊരു ആധാരം ഉണ്ടാവുക, 1000 വേണ്ട, ഒരു 500-400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ആധാരം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ആധാരമില്ലാത്ത, രേഖകളില്ലാത്ത ഒരുപാട് വഖഫ് സ്വത്തുകൾ യഥാർത്ഥത്തിൽ തന്നെ അത് വഖഫാണ്, യാതൊരു സംശയവുമില്ല. മുസ്ലിം ഉമ്മത്ത് ജാരിയായ സദഖ എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മുതൽക്കൂട്ടായി മാറണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നൽകിയ സ്വതക്കകളാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് പലപ്പോഴും രേഖകൾ ഉണ്ടാവില്ല. അങ്ങനെ രേഖകളില്ലാത്തത് വഖഫ് ബൈ യൂസ് അഥവാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വഖഫാണ് എന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നിയമം. ആ നിയമം എടുത്തു മാറ്റപ്പെടാൻ എന്ന് പറഞ്ഞാൽ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. കുറെ കാലങ്ങളായി നിങ്ങൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം അത് വഖഫായി മാറുകയില്ല. സമ്പൽ മസ്ജിദിന് നേരെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സമ്പൽ മസ്ജിദിന്റെ അടിയാധാരം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആധാരം ചിലപ്പോൾ കാണാൻ സാധിക്കൂല. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കകത്തുള്ള മസ്ജിദിന്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അജ്മീർ ദർഗക്ക് നേരെയുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ രേഖ കാണിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ രേഖ ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്കിലും അത് വഖഫ് ബൈ യൂസ് ആയതുകൊണ്ട് അതുമ തൊടാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇനി അത് തൊടാൻ ഒരു പണിയില്ല. ഏത് വഖഫിന്റെ സ്വത്തുകളും ഈ ഒരു അടിസ്ഥാനത്തിൽ വളരെ എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാനും ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിൽ കൈവെക്കാനുമുള്ള സാധ്യതകളാണ് കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് ഈ നിയമ ഭേദഗതിയിലൂടെ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഒരു വഖഫ് സ്വത്തിൽ ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ തർക്കത്തിന്റെ പരിഹാരം ഇതുവരെ വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിലൂടെ അത് നിശ്ചയിക്കുന്ന ട്രിബ്യൂണലുകളിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടിയിരുന്നതെങ്കിൽ ഇനി ജില്ലാ കളക്ടറിലൂടെയാണ് പരിഹരിക്കപ്പെടുക. ജില്ലാ കളക്ടർ ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുക എന്ന് സാധാരണ ഏതൊരാൾക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായി ലഭ്യമാകുന്ന ഉത്തരമാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വഖഫിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തീരുമാനം
തീരുമാനമെടുക്കാൻ കഴിയുന്ന ധാരണകളും അതിനുവേണ്ട ഭേദഗതികളുമാണ് വരുത്തിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേരെങ്കിലും നിർബന്ധമായും വേണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭേദഗതി. എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ മതപരമായ ഒരു സംവിധാനമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വത്താണത്. അത് കൈകാര്യം ചെയ്യപ്പെടുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള മുഅ്മിനുകളായി മാറുക എന്നത് വളരെ ലളിതമായി ഏതൊരാളും ഇതുവരെയും അംഗീകരിച്ച ഒരു കാര്യമാണെങ്കിൽ, ഇനി വഖഫ് ബോർഡിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടുപേര് മുസ്ലിങ്ങളല്ലാത്തവർ നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ആരായിരിക്കുമെന്ന് നമുക്കറിയാലോ. ആ രണ്ടാളുകൾ, ഗവൺമെന്റ് ആരാണ് ആ രണ്ടാളുകൾ നിശ്ചയിക്കുക എന്നത് അരിയാഹാരം കഴിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന ഉത്തരമാണ്. ഇങ്ങനെ ഈ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിന്റെ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൈവച്ചുകൊണ്ട് ആ സംവിധാനത്തെ ഇല്ലാതാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് വരാൻ വേണ്ടി പോകുന്നത്. ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടി, അഥവാ ഇതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളും പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തി മുന്നോട്ടു പോകേണ്ട ഒരു സന്ദർഭത്തിലേക്ക് നാം നിർബന്ധപൂർവ്വം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ സാഹചര്യം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കങ്ങനെ നിശബ്ദമാകാൻ സാധിക്കുകയില്ല. അത് വഖഫാണല്ലോ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ, നമ്മുടെ വീടിനെ ബാധിക്കുന്നില്ലല്ലോ, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നില്ലല്ലോ, എന്റെ പെരയും എന്റെ പാർപ്പിടവും അവിടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരിക്കുന്നതും ഇല്ലാതാകുന്നതിന്റെ സ്റ്റെപ്പുകളിലേക്കാണ് ഇത് യഥാർത്ഥത്തിൽ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, പ്രതിസന്ധികളിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്, നമ്മളെല്ലാ സന്ദർഭങ്ങളിലും പറയാറുള്ളത് പോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠാണ്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവനിലും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും കടന്നു വരുന്ന കാര്യമാണ്. ആ പരീക്ഷണങ്ങളുടെ തന്നെ ഭാഗമായിട്ട് വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. നിങ്ങൾക്ക് ഇവിടെയുള്ള അഹ്ലു കിതാബുകൾ എന്ന് പറയുന്ന, മുമ്പ് വേദം ലഭ്യമായിരിക്കുന്നു എന്ന് പറയുന്ന വേദക്കാരായ ആളുകളിൽ നിന്നും അതേപോലെ തന്നെ മുശ്രിക്കുകളായ ആളുകളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയും ചെയ്യും. അതേപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് വലിയ തോതിലുള്ള അദൻ കസീറ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന് അനുകൂലമായി ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ മാത്രമല്ല നിലകൊള്ളുന്നത്. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഖേദകരമെന്ന് പറയട്ടെ, ആ ബില്ലിന് അനുകൂലമായ നിലപാട്, ക്രിസ്ത്യാനികൾ എന്ന് പൊതുവെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, അതിൽ ഒരു വിഭാഗം ആളുകൾ ആ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധികൾ ആർക്കൊക്കെയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക, എന്തെല്ലാമാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയാവസ്ഥ, സാമൂഹികാവസ്ഥ എന്നതിനെ കുറിച്ച് കൃത്യമായ വിശകലനം ചെയ്യാതെയോ കണ്ണടച്ച് ഇരുട്ടാക്കുകയോ ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ മുസ്ലിം സമുദായത്തിന്റെ പുറമെ ഇത്തരം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളും ഈ ബില്ലിന്, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് പുറമെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളും ഈ ബില്ലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ
ആളുകൾക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ കേൾക്കേണ്ടി വരും. വല്ലദീന അശ്റകൂ, അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ചിലത് കേൾക്കേണ്ടി വരും. അദൻ കസീറ, നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിലത് കേൾക്കേണ്ടി വരും എന്ന് പറയുമ്പോ, അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹ് പറയുന്നുണ്ട് വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രകോപിതരാകാൻ പാടില്ല. അനാവശ്യമായി പ്രകോപിതമായിട്ട് കാര്യമൊന്നുമില്ല. പ്രകോപിതമാവുകയോ ആ അർത്ഥത്തിൽ നിങ്ങൾ വൈകാരികമായി ഇടപെടുകയോ ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമയോടുകൂടി, തഖ്വയോടുകൂടി ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് യഥാർത്ഥത്തിൽ അസ്മിന്റെ നിലപാടെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ. നമ്മുടെ മുഖത്ത് ചിരി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മുഖത്ത് ചിരിയുണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ വേദനിക്കുന്ന ആളുകൾ, നമ്മുടെ മുഖത്ത് കരിവാളിപ്പുണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആളുകൾ, അതും ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫറഹു ബിഹാ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം രൂപപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുഖത്ത് ചിരിക്കാനും ആസ്വദിക്കാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ, അതിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ തസുഉഹും, അവർ വല്ലാതെ വേദനിക്കുകയും സങ്കടപ്പെടുകയും മുറുമുറുപ്പ് കാണിക്കുകയും ചെയ്യുന്നവരായിരിക്കും. വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫറഹു ബിഹാ, എന്നാൽ നിങ്ങൾക്ക് വല്ല ദ്രോഹം ഉണ്ടായാലോ, നിങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന വല്ല സംഗതി ഉണ്ടായാലോ, നിങ്ങളുടെ മുഖത്തിന്റെ സന്തോഷം മാഞ്ഞു പോകുന്ന, നിങ്ങളുടെ മുഖത്തിന്റെ ചിരി ഇല്ലാതായുമാകുന്ന, നിങ്ങൾ കരയാൻ വേണ്ടി പോകുന്ന, നിങ്ങൾ ദുഃഖിക്കാൻ വേണ്ടി പോകുന്ന, നിങ്ങളുടെ മുഖത്ത് ഭയത്തിന്റെ വിഹ്വലതകൾ പ്രകടമാകുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ യഫ്റഹു ബിഹാ, അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുകയും ചെയ്യും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടും ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദഹും ഷൈആ, നിങ്ങൾ അത്തരം സന്ദർഭത്തിലും പ്രകോപിതരായിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വല്ലാതെ വൈകാരികമായി ആളിക്കത്തിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ സന്ദർഭത്തിലും വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദഹും ഷൈആ, നിങ്ങൾ ക്ഷമയോടുകൂടി, തഖ്വയോടുകൂടി, സബറും തഖ്വയും കൈമുതലാക്കിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലാ യദുറുകും കൈദഹും ഷൈആ, അവരുടെ ഒരു കുതന്ത്രങ്ങളും നിങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാക്കൂല. എന്തു തന്നെ ദ്രോഹങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എന്തു തന്നെ തന്ത്രങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാലും, അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ദ്രോഹവും ഉണ്ടാക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കേണ്ടത്, നാം ജീവിക്കുന്ന സാഹചര്യം അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ വെള്ളം ചേർക്കാതെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഐഡന്റിറ്റിയും ഐഡിയോളജിയും കൃത്യമായി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ചപ്പടി വിദ്യയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ, നിങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് കോംപ്രമൈസിന് തയ്യാറായിട്ടും കാര്യം ഉണ്ടാവില്ല. നിങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം അവർ നടത്തിക്കൊണ്ടേയിരിക്കും. ഇനിസ്തതാഉ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹത്താ യറുദ്ദൂകും അൻ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീന് വിട്ടുപോകാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ ദീന് വിട്ടുപോകാൻ നിങ്ങൾ തയ്യാറാകുന്നത് വരെ, ഇസ്ലാമുമായുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ നിങ്ങളുമായി അവർ പോരാടിക്കൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത ഒരു കോംപ്രമൈസുമില്ല. അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ കാര്യം. നിങ്ങൾ ലയുഖ്രിജന്നകും മിൻ മില്ലത്തിന ഔ ലതഊദുന്ന ഫി ലയുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫി മില്ലത്തിന എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഒന്നുകിൽ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം, ഇവിടെ വിട്ടുപോയിക്കോളും, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഔ ലതഊദുന്ന ഫി മില്ലത്തിന, ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയോ
അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോവുകയോ ചെയ്യുക എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസിലൂടെ, എന്തെങ്കിലും ഒരു ചെപ്പടി വിദ്യയിലൂടെ പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഷയമല്ല മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന ഗൗരവം യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ലളിതമായി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ തൽക്കാലം എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെക്കാൾ അപകടം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമല്ല, അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യവും അതിലില്ല. മറിച്ച് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണമെന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹല്ലാഹ്, അവര് ഇവിടെ യുദ്ധത്തിന്റെ തീനാളങ്ങൾ കത്തിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അള്ളാഹു അത് ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ യുദ്ധത്തിന്റെ തീനാളങ്ങൾ ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കണമെന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ തീനാളങ്ങൾ കത്തിച്ച് ഈ രാജ്യത്ത് ശക്തമായി നിലനിർത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലൻ തർല അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും സംതൃപ്തരാവുകയില്ല എത്രത്തോളം നിങ്ങൾ ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുവോളം. എല്ലാവരുടെയും പ്രശ്നമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആ ജീവിത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാല് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ലോകത്ത് തിന്മയുടെ വക്താക്കൾക്ക് വലിയ തോതിലുള്ള പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ഈ ലോകത്തൊരു സാമൂഹ്യ ഘടന രൂപപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പലരുടെയും താല്പര്യങ്ങളുടെ സംരക്ഷിക്കപ്പെടാതെ പോകും എന്നതിൽ നിന്ന് ഉണ്ടാകുന്ന ഭീതിയും ആദിയും വിദ്വേഷവും വെറുപ്പുമൊക്കെയാണ് ഇസ്ലാമോഫോബിയായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായ സ്റ്റെപ്പുകളാണ് നമ്മുടെ രാജ്യത്ത് ഒന്നിനു പിറകെ മറ്റൊന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട വിഷയമല്ല. അധികാരത്തിൽ കയറുന്നതും അധികാരത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ആര് അധികാരത്തിൽ ഉണ്ടാവണം, അധികാരത്തിൽ ഉണ്ടാവരുത് എന്നതിന്റെ വിഷയമല്ല മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറം ഇത് നിലനിൽപ്പിന്റെ വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിന്റെ വിഷയമാണ്. ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും ഐഡിയോളജിയും നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ അവധാനതയോടെ, വളരെ കൃത്യമായ ആലോചനകളിലൂടെ, അതിനേക്കാൾ അപ്പുറം എന്തെല്ലാം ആസൂത്രണങ്ങളും എന്തെല്ലാം മുന്നൊരുക്കങ്ങളുമാണോ വേണ്ടത് അതെല്ലാം നടത്തിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വ്യക്തി എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച സബറും തഖ്വയും. ആ സബറും തഖ്വയും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആൻ സൂചിപ്പിച്ച വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയപ്പാടിന്റെ സാഹചര്യം ഉണ്ടാവില്ല, നിങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും ഉന്നതന്മാർ നിങ്ങൾ ഈമാനുള്ള വ്യക്തികളാണെങ്കിൽ. ആ ഈമാനിന്റെ ബഹിസ്ഫുരണമാണ് തഖ്വ, സബർ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സാഹചര്യങ്ങളെ വ്യക്തി എന്ന നിലക്ക് സബറോടുകൂടി തഖ്വയോടുകൂടി അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദീനിനെ ഈ ലോകത്ത് നിലനിർത്തുക, സംരക്ഷിക്കുക എന്ന് പറയുന്ന ബാധ്യത എന്റെയും നിങ്ങളുടേതുമാണ് എന്ന ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാവണം. ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അത് ചെയ്യാനും ആ ചെയ്യുന്ന മാർഗത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മുസ്ലിം ഉമ്മത്തിന് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.